മറവി കൂടുതലുള്ളവർക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മളുടെ മൊബൈലിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായി അതാത് ടൈമിൽ ചെയ്യാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അതായത് ഉദാഹരണത്തിന് നമ്മൾ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ കൃത്യസമയത്ത് നമുക്ക് എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രേയറിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പ്രേയറിന് പള്ളിയിൽ പോകുമ്പോൾ നമുക്ക് മൊബൈൽ സൈലൻ്റ് ആക്കണം. അപ്പോൾ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെയുള്ള മറവിക്കാർക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു സംഭവമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് അതൊക്കെ മറവി കൂടുതലുള്ള ഓരോ സംഭവങ്ങളും നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. അതാത് സമയത്ത് ഫോൺ സൈലൻ്റ് ആകും, അല്ലെങ്കിൽ ഫോൺ നമ്മളെ റിങ് ചെയ്ത് അറിയിക്കും. അങ്ങനെയുള്ള ഒരു സംഭവം നമുക്ക് മൊബൈലിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ടൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ഫോൺ ഷെഡ്യൂൾ എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര്. അത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എഗ്രി എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൈം, ഡേയ്സ്, അതുപോലെ തന്നെ ആക്ഷൻ എന്ന 3 ഓപ്ഷൻ ഉണ്ടാകും. ടൈം എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ടൈമിലാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മിനിറ്റും മണിക്കൂറും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ AM PM എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് AM PM മാറ്റി കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടൈം സെറ്റായിട്ടുണ്ട്. ഇനി ഏതൊക്കെ ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് വേണ്ടത്, എല്ലാ ദിവസവും വേണമെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. ഒരു ദിവസം മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം ആക്ഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ വൈബ്രേഷൻ മോഡ് വേണോ, സൈലൻറ്റ് മോഡ് വേണോ, നോർമൽ മോഡ് വേണോ, വൈഫൈ ഓൺ, വൈഫൈ ഓഫ്, ബ്ലൂടൂത്ത് ഓൺ, ബ്ലൂടൂത്ത് ഓഫ്, റിങ്ങർ, വോളിയം, നോട്ടിഫിക്കേഷൻ, അങ്ങനെ ഒരുപാട് മീഡിയ, വോളിയം, അതൊക്കെ നിങ്ങൾക്കിവിടെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്ന് നിങ്ങളിവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ സൈലൻറ്റ് മോഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ആ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ആ സമയത്ത് സൈലൻ്റ് ആവും. അതിനുശേഷം നമുക്ക് ഏത് സമയത്ത് അതും നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇവിടെ ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ആക്ഷൻ എന്ന ഭാഗത്ത് നോർമൽ മോഡ് എന്ന ഭാഗം ആക്കി കൊടുക്കുക. അതിനുശേഷം ഇവിടെ സേവ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച 10:04 സൈലൻറ്റ് മോഡാകും, 10:35 ആകുമ്പോഴത്തേക്കും നോർമൽ മോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ആകും. ഇങ്ങനെ നിങ്ങൾക്ക് മറന്നു പോകുന്നു എന്ന് സംശയമുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ മൊബൈലിൽ സൈലൻറ്റ് മോഡും അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുന്നതും ഒക്കെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു തരും. നിങ്ങൾക്ക് വീഡിയോ ഉപകാരമായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.